Assalamu alaikum. Welcome to Zeus Pepper Candy. ഇന്ന് നമ്മൾ റമദാൻ ഡേ 5-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, ചിക്കൻ ക്വിസഡിയ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിനി അഥവാ ടോട്ടിയ ഇല്ലെങ്കിൽ നമുക്ക് പൊറോട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിനകത്തേക്ക് ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അല്പം മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ആഡ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ, ഇല്ലാന്നുണ്ടെങ്കിൽ ഗാർലിക് പേസ്റ്റ് ആയാലും മതി കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ, അതായത് മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കുക്ക് ചെയ്ത ചിക്കൻ, ആ അല്പം ബ്രോത്തോട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു മോയിസ്റ്റ് ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. ആ ബ്രോത്ത് ആഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ബ്രോത്തോട് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രോത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സിലാൻഡ്രോസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്, ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരല്പം എണ്ണ ഒന്ന് ഡ്രിസിൽ ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ടോട്ടിയ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ കേരള പൊറോട്ടയോ ഫ്രോസൺ പൊറോട്ടയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. മൈദ ചപ്പാത്തി നല്ലതായിരിക്കും. ഇനി 2 സൈഡും ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചീസും കൂടെ വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് 2 ടൈപ്പ് ചെഡാർ ചീസും മൊസറല്ല ചീസും അങ്ങനെ കമ്പൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലത്. ഞാനിവിടെ മൊസറല്ല ചീസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓരോ സൈഡും നല്ല ക്രിസ്പി ആകുമ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചീസൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നാടൻ ചട്ടിപ്പത്തിരിയുടെ ഒരു ഇൻ്റർനാഷണൽ വേർഷൻ എന്ന് തന്നെ പറയാം. സൈഡും ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കൊരു പിസ്സ കട്ടർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിസ്സ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ക്വിസഡിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ വീഡിയോ. ബൈ.